ശ്രീ എൻ ശ്രീകുമാർ, എന്താണ് ഈ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കേരളത്തിലെ KPCC പ്രസിഡന്റിനെ മാറ്റാൻ പോലുമുള്ള അധികാരമില്ലാത്ത ദുർബലാവസ്ഥയിൽ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണോ? ഹൈക്കമാൻഡ് തീരുമാനിച്ചാലും സുധാകരൻ മാറില്ലെങ്കിൽ പിന്നെ എങ്ങനെ പുതിയ KPCC പ്രസിഡന്റ് വരും? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അഭിലാഷ് ചോദിക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ഇനി സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആർക്കും ഉത്കണ്ഠയും വേണ്ട. കാരണം KPCC പ്രസിഡൻ്റായിട്ട് ശ്രീ K സുധാകരൻ ചുമതലയേറ്റ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് അദ്ദേഹത്തെ മാറ്റുന്നു എന്ന്. മാറ്റണം എന്ന് തീരുമാനിച്ചാൽ മാറ്റും. ഈ മാറ്റും എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്നത് K സുധാകരനെ മാറ്റുന്ന പ്രക്രിയയല്ല, KPCCയുടെ പുനഃസംഘടനയാണ്. ഈ പുനഃസംഘടന എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിന് ആ സംസ്ഥാനത്ത് അനുയോജ്യമായ ഒരു നേതൃതലം ഉണ്ടാകണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് പുനഃസംഘടനയായിട്ട് അവരതെടുക്കും. കേരളത്തിൽ അങ്ങനെ ഒരു പുനഃസംഘടന വേണം എന്ന് ഹൈക്കമാൻഡ് ചിന്തിച്ചു എന്ന് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ സുധാകരനെ മാറ്റും എന്ന് അല്ല ശ്രീ ശ്രീകുമാർ, 2-3 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്ന് താങ്കളുടെ സോഴ്സിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായി. K സുധാകരനോട് ഇത് ഹൈക്കമാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു, കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യമാവുന്നില്ല. ഇന്ന് K സുധാകരൻ വിവിധ ന്യൂസ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എന്ത് പാർട്ടിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, എനിക്ക് ആരോഗ്യമില്ല എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നെ ആരോഗ്യവാനല്ല എന്ന് മുദ്ര കുത്തി മൂലക്കിരുത്തുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയി നമ്മളോട് പറയുകയാണ്. ഹൈക്കമാൻഡ് ഒരു നടപടി എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ആ നടപടി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, പുനഃസംഘടന. ആ പുനഃസംഘടനയിൽ ആര് KPCC പ്രസിഡന്റ് ആകണം, ശ്രീ സുധാകരൻ തുടരണോ എന്നുള്ള ചിന്തയൊക്കെ ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. അപ്പോൾ സുധാകരനെ മാറ്റും എന്ന രീതിയിലല്ല 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അഭിലാഷ് ഇന്ന് ശ്രീ സുധാകരൻ്റെ ഒരു അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞു, മാതൃഭൂമിയിൽ ഞാൻ കേട്ടു. അത് ആ അഭിമുഖത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം KPCC പ്രസിഡന്റിനുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ KPCC പ്രസിഡൻ്റാണ്. അദ്ദേഹം ഞാൻ തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുക എന്ന് വളരെ ആർജവത്തോടെ പറയുമ്പോൾ ആ ഒരു KPCC പ്രസിഡന്റിൻ്റെ ആ ഒരു തൻ്റെടവും അതുപോലെ തന്നെ ആ സ്ഥാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുമാണ് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ തുടരുമെന്ന് പറയുന്നതല്ല. അദ്ദേഹം തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കമാൻഡ് എന്താണോ തീരുമാനിക്കുന്നത്, പോകാൻ പറഞ്ഞാൽ പോകാം, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാം എന്നും അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രീ സുധാകരൻ ഒരു കോൺഗ്രസ് വിരുദ്ധനായിട്ടോ കോൺഗ്രസ് വിമതനായിട്ടോ മാറുന്ന പ്രശ്നം ഇല്ല. അങ്ങനെ പറയുന്നതേ അങ്ങനെ ചിന്തിക്കുന്നതേ തെറ്റ്. കാരണം കേരളത്തിലെ KPCCയുടെ കോൺഗ്രസിൻ്റെ അവസാനത്തെ വാക്ക് സുധാകരനാണ്. ആ സുധാകരനെ മാറ്റണോ എന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷേ പുനഃസംഘടന എന്നാണ് ഹൈക്കമാൻഡ് പറയുക. അങ്ങനെ എന്താണ് ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു നിശ്ചയവുമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനും സുധാകരനെ ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം സുധാകരനും കോൺഗ്രസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, ഓക്കെ.